രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രഖ്യാപിച്ച ആദ്യ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. പ്രത്യേകിച്ച് സ്കൂൾ, കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികളെ, ക്യാമ്പസുകളെ ഒക്കെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 2-ാം തീയതിയായിരുന്നു നടത്തിയത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പങ്കെടുത്ത ചടങ്ങിൽ ഈ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരാഴ്ച പിന്നിടുമ്പോൾ 1710 പേരാണ് ലഹരി കേസുകളിൽ അറസ്റ്റിലായിരിക്കുന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി. മാത്രമല്ല 1586 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കിലോയോളം MDMA ആണ് ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ഒരാഴ്ച കൊണ്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. 112 കിലോ കഞ്ചാവും സംസ്ഥാനത്തൊട്ടാകെ നടന്ന റെയ്ഡുകളിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ലഹരിയുടെ ഭീകരമുഖങ്ങൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച തിരുവനന്തപുരത്ത് ഒരു ടെക്കി 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു IT ജീവനക്കാരൻ അയാളുടെ കഴക്കൂട്ടത്തെ ഫ്ളാറ്റിൽ കഞ്ചാവ് ചെടികൾ വെച്ചുപിടിപ്പിച്ച, വളർത്തിയ, അത് വിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതുമാത്രമായിരുന്നില്ല, ഏറ്റവും ത്രസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പെരുമ്പാവൂരിലേതായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി പെരുമ്പാവൂർ ലഹരി സംഘങ്ങളുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ട് അവിടെ വലിയ അധോലോക ലഹരി ഇടപാടുകളാണ് നടക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ASPയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ നടന്ന റെയ്ഡ്, അതിൻ്റെ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നതാണ്. ഇതിനൊപ്പം ഇന്നലെ മലപ്പുറം വളാഞ്ചേരിയിൽ 30 പെട്ടികളിലായി സൂക്ഷിച്ച ബ്രൗൺ ഷുഗറാണ് പോലീസ് പിടിച്ചെടുത്തത്. കേരളത്തിലേക്ക് ലഹരി അയക്കുന്ന നൈജീരിയൻ സ്വദേശിയെ ഡൽഹിയിൽ നിന്നും മറ്റൊരാളെ കേരളത്തിൽ നിന്നും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടി. ഏതായാലും മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടിയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ തൂഫാന്റെ സ്വഭാവം മാറുകയാണ്. കൂടുതൽ വിപുലമായ രീതിയിൽ ഇന്റലിജൻസ് സംവിധാനം അടക്കം പ്രത്യേകമായി ഒരുക്കിക്കൊണ്ടുള്ള വലിയ ഓപ്പറേഷനിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ പോവുകയാണ്. സംസ്ഥാനത്തെ ലഹരി കച്ചവടക്കാർ, ലഹരി ഉപയോഗിക്കുന്നവർ, അതിനൊപ്പം തന്നെ കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന ഇതര സംസ്ഥാനങ്ങളിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ, അവരുടെ വേറിറക്കാനും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത്.